എല്ലാവർക്കും റൂട്ട്നിസസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ കർഷകർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരിക്കലും കുറേ പുതിയ മരുന്നുകളോ അല്ലെങ്കിൽ പുതിയ കമ്പനികൾ കൊണ്ടുവരുന്ന കുറേ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ പുതിയ കടകളിൽ കിട്ടുന്ന കുറേ മരുന്നുകളോ ഒന്നുമല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നിലവിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷിയെ ഏറ്റവും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം, നമ്മുടെ തോട്ടങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായിട്ട് നമുക്കതിനെ പരിഹരിക്കാമെന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. കുറേ പ്രശ്നങ്ങളാൽ നമ്മുടെ ഈ വർഷത്തെ കൃഷിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള കർഷകരുണ്ട്. അത് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് വിളവ് കിട്ടാതെ പോയ കുറേ കർഷകരുണ്ട്. അപ്പം തളരാതെ ശക്തമായിട്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസംബർ മാസത്തിൽ നമ്മുടെ കൃഷിയെ എങ്ങനെ പരിപാലിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഏലം കൃഷി എന്ന് പറയുന്നത് തികച്ചും കാലാവസ്ഥയിൽ ആശ്രിതമായിട്ടുള്ള ഒരു കൃഷിയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിസംബർ മാസത്തിലോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ വർഷത്തിൽ ഡിസംബർ മാസത്തിലോ നമ്മൾ ചെയ്തതുപോലെ നമുക്കൊരിക്കലും ഈ വർഷത്തെ ഡിസംബർ മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലൈമറ്റാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം, വല്ലാത്തൊരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിളകളെ പരിപാലിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമായിരുന്നു ഷെയ്ഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ തോട്ടങ്ങളിലെ എരം പിറക്കുക എന്നുള്ളത്. അപ്പം ഒക്ടോബറിലെ മഴ കഴിഞ്ഞപ്പോൾ പുറത്തു ഇനി വേനലായിരിക്കും, അത് കഴിഞ്ഞ് നവംബറിലെ മഴ കഴിഞ്ഞപ്പോൾ പുറത്തു അടുത്തത് ഇനി വേനലായിരിക്കും, പറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഡിസംബറിൽ ഞാൻ പറയുന്നു, ഇറക്കാത്തവർ നമ്മുടെ നിലത്ത് നിന്നും ഒരു 20-25 അടി ഉയരത്തിലുള്ള ഷെയ്ഡെങ്കിലും അടിക്കുപ്പ് മാത്രം ഇറക്കിയാൽ മതി, ഫുള്ളായിട്ട് ഇറക്കണമെന്നില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വെട്ടി ഇറക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മഴ കഴിച്ചപ്പോഴത്തേക്ക് കുറേ തോട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അഴുകിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പിടിച്ച് ഇതുവരെ വെട്ടാതെ നിർത്തിയ കർഷകരൊക്കെ ടെൻഷനായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ഷെയ്ഡ് കളയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ ജസ്റ്റ് അതിൻ്റെ അടിത്തളിപ്പ് മാത്രം വെട്ടി അത്യാവശ്യം നമ്മുടെ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ലപോലെ വേര് മെച്ചപ്പെടാനും നമുക്ക് പുതിയ ജനറേഷൻ ഉണ്ടായി വരാനൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ ചെടികൾ പ്രോപ്പറായിട്ട് ഫുഡിൽ ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് നല്ലപോലെ വെളിച്ചം വേണം. അപ്പം അതിനൊക്കെയായിട്ട് അത്യാവശ്യം ഒന്ന് ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇറക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തല്ലിയടച്ചുള്ള മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോട്ടമൊക്കെ കുറച്ച് മോശമായിട്ടാണ് നിൽക്കുന്നത്, ഭയങ്കര വൃത്തിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലപോലെ ഒന്ന് കവാത്തെടുത്ത് പോയ തട്ടകളും അതുപോലെ തന്നെ അഴുകിപ്പോയ പഴയ കിഴങ്ങുകളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാമായിരുന്നു, നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മുടെ ഈ അരിമ്പ് പോകുന്ന പ്രശ്നം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയ ശരങ്ങൾ 1-2 അരിമ്പുള്ള ശരങ്ങൾ നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ നിർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമ്മുടെ പുതിയ ശരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കാ പിടിക്കാനുള്ള ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ പഴയ ശരങ്ങളൊക്കെ ചെത്തി മാറ്റി നമുക്ക് നല്ലപോലെ കവാത്തൊക്കെ എടുത്ത് നമുക്ക് നിലത്തുള്ള കളകളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീനാക്കി നമ്മളൊന്ന് നിർത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് നിർത്തുവാണെങ്കിൽ നമുക്ക് അഴുകിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ കീടങ്ങളുടെ പെട്ടെന്നുള്ള പോപ്പുലേഷൻ കൂടുന്നത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഈ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നാലും നമുക്ക് അഴുകിൽ പോലുള്ള രോഗങ്ങൾ കൂടും. മാത്രമല്ല നമ്മൾ കീടങ്ങളുടെ അളവ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ നമ്മുടെ ഈ തവളകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാ പൊട്ടിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ തോട്ടങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് തോട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നല്ല വൃത്തി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ചെറിയ രീതിക്കുള്ളൊരു തട്ടമറിച്ചിലും അതുപോലെ തന്നെ കൊത്തടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർഷകർ സ്വീകരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്തത് വേനൽ വരുവാണല്ലോ, അതുകൊണ്ട് നമ്മൾ മരുന്നൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത മെയ്യിലെ ആദ്യത്തെ മഴയ്ക്ക് തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ അഴുകൾ നല്ലപോലെ കാണാൻ സാധിക്കും. നമ്മുടെ ചെടികളൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനെ കെമിക്കലി കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, പിത്യം അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ, റൈസോട്ടോണിയ പോലുള്ള രോഗങ്ങൾ ഒരു നോർമൽ ക്ലൈമറ്റിൽ അത്ര ആക്റ്റീവ് അല്ല. ഒരു ഡോർമെൻറ്റ് സ്റ്റേജ് എന്ന് പറയും. ഇവന്മാർ ആ ഒരു റെസ്റ്റിംഗ് പീരീഡിലാണ് നോർമൽ ക്ലൈമറ്റിൽ. പക്ഷേ നമ്മുടെ മണ്ണിലേക്ക് അധികമായിട്ട് വെള്ളം ചെല്ലുമ്പോഴത്തേക്ക് ഇവന്മാർ പെട്ടെന്ന് തന്നെ ഒന്ന് ആക്റ്റീവായിട്ട് നമ്മുടെ ചെടികളിലേക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ നമുക്ക് ഈ അഴുകളൊക്കെ കുറയുന്നതാണ്. കാരണം മഴയൊക്കെ കുറഞ്ഞ് മണ്ണിലൊക്കെ ഒന്ന് ഉണങ്ങി ചെറിയ രീതിക്കുള്ളൊരു ഡ്രൈനെസ് വരുന്നൊരു ക്ലൈമറ്റാണ്. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലെ ഒരു കാരണവശാലും നമുക്ക് ഈ ഡിസംബറിൽ നമുക്ക് നമ്മുടെ ചെടികളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ തോട്ടങ്ങളിൽ ചെറിയ രീതിക്ക് തട്ടമഴിച്ചിലോ അല്ലെങ്കിൽ കൊത്തടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്
ഹെക്സാകണാസോൾ അതിൽ 200 ml, അതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടാഷ്യം ഫോസ്ഫോണേറ്റ് ഒരു 400 ml സിഞ്ചാർ ഫൂട്ടി എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ലപോലെ ഇത് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ആ വേരുകേടുകളൊക്കെ ഒന്ന് മാറി, അതുപോലെ തന്നെ വേരഴുകിലൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് ഇതിനെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ നടത്താൻ സാധിക്കും. അതല്ല നമ്മുടെ തോട്ടങ്ങളിൽ കുറച്ച് കൊത്തടികളൊക്കെ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് COC ഒരു 400 ഗ്രാം, അതിൻ്റെ കൂടെ നമ്മുടെ ഹെക്സാകോണാസോൾ ഒരു 200 ml, കൂടെ വാലിഡാമേസിന് ഒരു 200 ml കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ സ്പ്രേ ചെയ്ത് ചുവട്ടിലും കൂടെ ഒന്ന് പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ തട്ടമുറിച്ചിലാണെങ്കിലും കൊത്തടികളാണെങ്കിലും നമുക്ക് കൺട്രോൾ കിട്ടും. അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്ത് അത്യാവശ്യം കെമിക്കലി ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പിന്നീട് ഇതിൻ്റെ ബയോസിലേക്കൊക്കെ നമുക്ക് പോയിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത വർഷത്തേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലാ കർഷകരും ആദ്യം തന്നെ അഴുകലുണ്ടെങ്കിൽ ഈ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ജൂൺ മാസത്തിലും ജനുവരി മാസത്തിലുമാണ് നമുക്ക് ഏറ്റവും നല്ലപോലെ നമ്മുടെ വേരുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം വേരുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചില തോട്ടങ്ങളിൽ മാത്രം നല്ല രീതിക്ക് ഈ നമ്മുടെ വേരിൻ്റെ അഴുകൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ വേരഴുകൽ കാണുന്നുണ്ടെങ്കിൽ, വേര് മാത്രം അഴുകി പോകുന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പം ഉറപ്പായിട്ടും സമയമൊന്നും അതിക്രമിച്ചിട്ടില്ല, നമ്മൾ നേരത്തെയാണ്, ഇപ്പോഴേ നമ്മളതിൻ്റെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇപ്പോഴേ നമ്മൾ കുമ്മായം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളൊരു ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മളൊന്ന് കുമ്മായം ഒന്ന് കലക്കി ഒഴിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ഫീൽഡ് നല്ലതായിരിക്കും. അത്യാവശ്യം ഇത്രയും മഴ പെയ്തതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മണ്ണിൽ അസിഡിറ്റി കൂടി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴത്തേക്ക് ഒരു കുമ്മായം സൾഫറും കൂടെ ഒന്ന് നല്ലപോലെ രീതിയിൽ ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ആ വേരുകൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ഇപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളൊരു മെയിൻ കാര്യമാണ്, നമ്മൾ കൃഷിയിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമ്മുടെ ചെടികളുടെ ആരോഗ്യം, 2 നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം. ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ, ഒരു ബാലൻസ്ഡ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ നല്ല വിളകൾ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഒരു നിലവിലെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചൊറികളുടെയാണ് അല്ലെങ്കിൽ ചൊറിപ്പേനുകളുടെയാണ് ത്രിപ്സ് എന്ന് പറയുന്ന പെസ്റ്റ് നമ്മുടെ ഏലത്തിൽ ഭയങ്കരമായിട്ട് കൂടിയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല ഡോസിലൊരു മരുന്ന് കൊടുക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇതിൻ്റെ ലാർവകൾ നമ്മൾ മരുന്നടിച്ച് കഴിയുമ്പോഴത്തേക്ക് ത്രിപ്സൊക്കെ പെട്ടെന്ന് ചാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലാർവ മണ്ണിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ശരത്തിലേക്ക് കയറി വീണ്ടും നമ്മുടെ ശരത്തിനെ ആക്രമിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് കയറുവാണെങ്കിൽ നമ്മളതിനെ തല്ലിക്കൊന്ന് കളയും. നമ്മൾ ക്ഷണിക്കാത്തൊരു അതിഥിയാണ് ഈ പാമ്പെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ത്രിപ്സും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ നമുക്ക് ത്രിപ്സിന് വേണ്ടി നല്ല ഒരു മരുന്ന് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ തോട്ടങ്ങളിൽ ഇറങ്ങി നിന്ന് നിരീക്ഷിക്കുക. നമ്മുടെ പുതിയ ശരങ്ങളിൽ നമ്മളെ ചൊറി കാണുന്നുണ്ടോ, ചൊറിപ്പേനുകൾ നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ നിരീക്ഷിച്ചിട്ട്, കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു റൗണ്ടും കൂടെ മരുന്ന് കൊടുക്കണം. പക്ഷേ ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഏക്കറിന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഡ്രമ്മേ നമുക്ക് ചിലവാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കണക്കിൽ നമ്മൾ ഒരിക്കലും ഒരു മടി വിചാരിക്കാതെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ പാമ്പിനെ തല്ലിക്കൊന്ന് കളയുന്നത് പറയുന്ന പോലെ തന്നെ നമ്മുടെ ത്രിപ്സിനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു മരുന്ന് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകളെന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ സ്പൈനറ്റോർ എന്ന് പറയുന്ന കെമിക്കൽ, ഡെലഗേറ്റ് അല്ലെങ്കിൽ സമ്മിറ്റ്, അതൊരു 60 തൊട്ട് 70 ml വരെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ തണ്ടുതുറപ്പിനും കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചൊറിയെ നല്ലപോലെ കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കെമിക്കലാണ് നമ്മുടെ ബ്രൊഫ്ലനൈഡ് അലക്ടോ എന്ന് പറയുന്ന കെമിക്കൽ. അപ്പം അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 17 തൊട്ട് 20 ml വരെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ തൊണ്ടുതുറപ്പിനെയും ചൊറിയേനെയും കൺട്രോൾ ചെയ്യും. അതുമല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്ന് പറയുന്നത് നമ്മുടെ ബെനീവിയ, നമ്മുടെ സൈനാന്ത്രനിപ്രോൾ എന്ന് പറയുന്ന കണ്ടൻറ്റ് വരുന്ന ഒരു കെമിക്കലാണ് FMCയുടെ. അപ്പോൾ അതിൻ്റെ ഡോസ് വരുന്നത് നമുക്കൊരു 60 തൊട്ട് 70 ml വരെയാണ്. നമ്മുടെ തോട്ടങ്ങളിൽ ഈ നമ്മുടെ ത്രിപ്സിൻ്റെ പോപ്പുലേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ മരുന്നുകളുടെ ഡോസ് ഡിസൈഡ് ചെയ്യാൻ. അപ്പം അതൊന്ന് പ്രോപ്പറായിട്ട് കൊടുത്ത് ഈ ത്രിപ്സിനെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് നോക്കുക, തോട്ടത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പുറമേ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വീണ്ടും നമ്മുടെ ഈ ശരച്ചൊറി, നമ്മൾ പറയാറുള്ള ബാക്ടീരിയൽ വിൽട്ട് നല്ല രീതിയിൽ നമ്മുടെ തോട്ടങ്ങളിൽ കൂടുന്നുണ്ട്. അപ്പം കഴിഞ്ഞ റൗണ്ടിലൊക്കെ വാലിഡാമേസിൻ പോയവരൊക്കെ ഒന്ന് ടാക്മേസിനിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് ടാക്മേസിൻ കൂട്ടി 3 പാക്കറ്റ് ടാക്മേസിൻ കൂടെ കൂട്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ശരത്തിൻ്റെ ആ പ്രശ്നങ്ങൾ നമുക്ക് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസംബർ മാസമായപ്പോഴത്തേക്ക് ഇനി മണ്ണൊക്കെ ഇടണോ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ കഴിഞ്ഞില്ലേ എന്നുള്ള സംശയങ്ങൾ നമ്മുടെ കർഷകർക്ക് നല്ലപോലെ ഉണ്ട്. അപ്പം നമുക്കറിയാം, നമ്മുടെ ക്ലൈമറ്റ് കുറച്ച് തള്ളിയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ നവംബർ ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും നമ്മൾ ഡിസംബർ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം മണ്ണിടണം. നമ്മുടെ വേരുകളൊക്കെ കുറേ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇനി വരുന്നതൊരു വേനലാണെങ്കിൽ നമുക്കതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് ആ വേരുകളൊക്കെ ഒന്ന് കവർ ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ
പഴയ കിഴങ്ങുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഇപ്പോൾ വലിയ ഏരിയാസിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക്, വലിയ തോട്ടങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളായിട്ട് മണ്ണിടാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ പഴയ പോയ കിഴങ്ങുകളൊക്കെ ഒന്ന് കുത്തിയെടുത്ത് കളഞ്ഞ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം അവിടെയൊക്കെ മണ്ണിട്ട്, ഞാൻ വലിയ തോട്ടങ്ങളുടെ കാര്യം മാത്രമാണ് പറയുന്നത്, അവിടെ ആ മണ്ണൊക്കെ നിന്നിട്ട് അതൊന്ന് മാനേജ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. മാത്രമല്ല അധികം ടൈറ്റ് ആയിട്ടുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ഒന്ന് മുള്ളൊക്കെ ഒന്ന് കുത്തി അതിനെ ഒന്ന് ലൂസ് ചെയ്ത് വിടുവാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ മണ്ണിട്ട് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് നമ്മൾ രാസവളങ്ങൾ ചെയ്തിട്ടില്ലാന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഒരു 300 ഗ്രാം, അതിൻ്റെ കൂടെ രാജ് ഫോസ് അല്ലെങ്കിൽ എല്ലുപ്പൊടി 250 ഗ്രാം, കൂടെ DAP അതൊരു 150 ഗ്രാം, കൂടെ നമ്മുടെ മഗ്നീഷ്യം ഒരു 50 ഗ്രാമും പൊട്ടാഷ്യം 50 ഗ്രാമും, പിന്നെ മൈക്രോ ഫുഡ് അതൊരു 50 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ് കൺസൾട്ട് ഗ്രാനുകൾ, നമ്മുടെ NPK ബാക്ടീരിയ കൺസോർഷ്യം, നമ്മുടെ നൈട്രജൻ ഫിക്സ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഫോസ്ഫറസ് എന്ന് പറയുന്ന വളം മണ്ണിൽ പിടിച്ച് നിൽക്കുന്ന വളമാണ്. അപ്പോൾ നല്ലപോലെ ചെടികൾക്ക് എടുത്തു കൊടുക്കുവാനും, അതുപോലെ നമ്മുടെ ഈ പൊട്ടാഷ്യം അതുപോലെ തന്നെ ഒന്ന് മൊബിലൈസ് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാനും വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് NPK ബാക്ടീരിയ കൺസോർഷ്യം. നിർബന്ധമായിട്ടും അതൊരു 50 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു വളമായി മണ്ണിടുന്നതിന് മുന്നോടിയായിട്ട്. അത് കഴിഞ്ഞ് മണ്ണിട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ ഒക്ടോബർ നവംബറിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ചിമ്പൊക്കെ അടിക്കേണ്ട സമയം. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് അടിച്ചിട്ടില്ല, അത് ഡിസംബറിലേക്ക് തള്ളി നീങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ചിമ്പുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി വരുന്നത് അടുത്ത മാസങ്ങളെന്ന് പറയുന്നത് കുറച്ച് വേനലുള്ള മാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കുറവുള്ള മാസങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഇനിഷ്യേറ്റ് ആവുന്ന ഈ ചിമ്പുകൾ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കിട്ടാതെ, അതിന് വേണ്ട പോഷകങ്ങൾ കിട്ടാതെ വളരെ ഒരു പേട്ട് ചിമ്പായിട്ട് നമുക്ക് നശിച്ച് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ചിമ്പടിച്ച് വരുവാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വേരുകളെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ഈ ചിമ്പിന് വേണ്ട വളങ്ങൾ, അതുപോലെ തന്നെ നനയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരിയിലേക്ക് നനയ്ക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നനയൊക്കെ കൊടുത്ത് ഇപ്പോൾ അതിന് വേണ്ട വളങ്ങൾ നല്ലപോലെ അതിന് കൊടുത്ത് അതിനെ കയറ്റിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സീസണിൽ നല്ലപോലെ നമുക്ക് കാ ലഭിക്കുക, അതുപോലെ തന്നെ നല്ലൊരു ചെടീനെ നമുക്ക് ആക്കിയെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഇത്രയും മഴ പെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അത് ചെടികൾ നല്ലപോലെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇല ചുരുണ്ട് വരുന്നതും അതുപോലെ തന്നെ ഇലകളുടെ തടിപ്പൊക്കെ നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. ഇത്രയും മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ അയൺ അല്ലെങ്കിൽ അലുമിനിയം പോലെയുള്ള എലമെൻറ്റ്സ് നമ്മുടെ മണ്ണിൽ വളരെ കൂടുകയും അതുപോലെ ഒരു കാൽസ്യം പോലുള്ള മൂലകങ്ങൾ വളരെ കുറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കാൽസ്യത്തിൻ്റെ അളവൊന്ന് കൂട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വരുന്ന ചിമ്പുകൾ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള ചിമ്പുകളാകാനൊക്കെ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും കാൽസ്യം മണ്ണിലേക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കാൽസ്യം നൈട്രേറ്റ്, നമുക്ക് ലിക്വിഡ് ഫോമിൽ വരുന്നുണ്ട്. കാൽസ്യം നൈട്രേറ്റ് കാൽസിബോൺ എന്ന് പറയുന്ന കണ്ടൻറ്റ്, അതൊരു 500 ml. അതിൻ്റെ കൂടെ നമ്മൾ അധികം നൈട്രജൻ കൊടുത്തില്ലെങ്കിലും സാരമില്ല, നമുക്ക് പൊട്ടാഷ്യം ഷോണേറ്റ് അതൊരു 500 ഗ്രാം അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിക്ക കൊടുക്കാം. മൾട്ടിക്ക ആണെങ്കിലും ഒരു 500 ഗ്രാം, അല്ലെങ്കിൽ നമ്മുടെ ബോറോൺ അതിൻ്റെ കൂടെ നമ്മുടെ ബോറോൺ 20% അതൊരു 50 ഗ്രാം. അതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഹ്യൂമിക്ക് അടങ്ങിയ ഒരു കണ്ടൻറ്റ് അതൊരു 200 ഗ്രാമും കൂടെ 200 ഗ്രാമും കൂടെ കൂട്ടി നല്ലപോലെ ഡ്രിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ പുതിയ ചിമ്പുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ഓവറോൾ ആയിട്ടുള്ള കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ നമുക്ക് വളരെ നല്ലൊരു കോമ്പിനേഷനാണത്. അതുപോലെ തന്നെ നമ്മുടെ കർഷകർ പറയുന്ന ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നമാണ് നമുക്ക് ഈ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചത് കുറച്ച് കൂടുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലുണ്ടാകാൻ മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് പുതിയതായിട്ട് വരുന്ന വേരുകൾ ഡാമേജ് ആകുമ്പോഴത്തേക്ക് ഒന്നുകിൽ വേര് അഴുകി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടാകും, എന്തായിരിക്കട്ടെ. അപ്പോൾ ഈ വേരുകൾ ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലേക്ക് ബൂസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് ന്യൂട്രിയൻസിൻ്റെ കുറവ്. ഒരുപക്ഷെ ഇത്ര മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിലേക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സെക്കൻഡറി ന്യൂട്രിയൻസ് ഈ സിങ്ക്, കാൽസ്യം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വരത്തില്ല. അപ്പോൾ ഈ മൂലകങ്ങൾ മണ്ണിലില്ലെങ്കിൽ അല്ലെങ്കിൽ ചെടിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫോളിയാറിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റിയ ഫോളിയാർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ബ്രാൻഡ് നമുക്ക് മേടിച്ച് കൊടുക്കാനുള്ളതാണ്. നമുക്ക് നല്ല ടെക്നോളജിയിൽ വരുന്ന നല്ല കോമ്പിനേഷൻസിൽ വരുന്ന നമുക്ക് നല്ല പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഫോളിയാർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമ്മൾ അധികം മരുന്നുകളൊന്നും നേരത്തെ കൊടുത്തിട്ടില്ലായിരിക്കാം മഴ കാരണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫോളിയാർ കൊടുക്കുക. ഒരു 15% മണ്ട നൈട്രജനുള്ള കോമ്പിനേഷൻസ് നമുക്കിപ്പം അഴികളൊന്നും അധികം ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫീൽഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 2 കോമ്പിനേഷൻസ് ഞാൻ പറയാം. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷനാണ്, പെട്ടെന്ന് തന്നെ ചെടിക്ക് ഒന്ന് ഉണർന്ന് നല്ല രീതിക്ക് ഒരു റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷനാണ് ന്യൂട്രിബോൺ 20. അത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് നമുക്കൊരു കമൻറ്റ് ചെയ്യാവുന്നതാണ്, താഴെ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ന്യൂട്രിബോൺ 20 400 ml, അതിൻ്റെ കൂടെ എക്സീഡ് അതൊരു 200 ഗ്രാമും കൂടെ അമിനോ ചിലേഷനിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്ക് അമിനോ ചിലേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് നല്ല ചിലേഷനാണ്, നല്ല റിസൾട്ട് കൂടുതലാണ്.
അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്കുള്ള ഒരു കോമ്പിനേഷനുമായി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കായലേക്ക് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു കോമ്പിനേഷനും കൂടെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ സിറ്റോൾ ഷുഗർ എന്നും പറഞ്ഞ് 15-15-30 എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പം അതൊരു 1 കിലോയും അതിൻ്റെ കൂടെ ബ്രസിൽ പ്ലസ് അല്ലെങ്കിൽ എക്സൈഡ് അതൊരു 200 ഗ്രാമും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കൂടെ നമ്മുടെ അൽജീനിക് ആസിഡ് ഒരു 400 ml കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനും കൂടെ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എപ്പോഴും കൊടുക്കാറുള്ളതാണ് നമ്മുടെ ഓൾ 19 എന്ന് പറയുന്ന കോമ്പിനേഷൻ 19-19-19 അതൊരു 1 കിലോയും അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രക്സിലോ അല്ലെങ്കിൽ എക്സൈഡോ അതൊരു 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഓൾ 19-നെക്കാട്ടിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഓൾ 20-ൽ. അപ്പോൾ ഓൾ 20 ഒന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഡിസംബർ മാസത്തിലെ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റ് വേണ്ടവർ നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നന്ദി.